അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെല്ലാവരും ഇവിടെ പള്ളിയാൽമാട് മദ്രസയിലെ നബിദിന പരിപാടിയിലാണുള്ളത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എല്ലാവരും നബിയെ പറ്റിയുള്ള മദ്ഹുകളും അതുപോലെ തന്നെ നബിയുടെ പല ഗുണങ്ങളും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. എന്നാലും കുറേ പറയാനുണ്ട്. പക്ഷേ പറഞ്ഞതിൻ്റെ പിന്നെയും പറയുമ്പോൾ ഒരു രസമില്ല എന്നുള്ള നിലക്ക് ഞാൻ വീണ്ടും ആ വിഷയത്തിലൂടെ തന്നെ കടക്കുന്നില്ല. നബിയുടെ ജീവിതത്തിലുള്ളൊരു വലിയ ലൈഫ് ക്വാളിറ്റി ഉണ്ട്. അത് ഇക്കാലത്ത് മനുഷ്യരിൽ വളരെയധികം കുറഞ്ഞു വരുന്നൊരു ക്വാളിറ്റിയാണ്. കുറഞ്ഞു വരുന്നതാണെങ്കിലും ഇക്കാലത്ത് എന്നല്ല എക്കാലത്തും മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റി കൂടെയാണിത്. അപ്പോൾ ഇവിടെ മൻസൂർക്ക പ്രസംഗിച്ചല്ലോ, അതിൽ പറഞ്ഞു യുദ്ധത്തിൽ വളരെയധികം പരിക്കേറ്റ് പല്ല് പൊട്ടിയ നബിയോട് ജിബ്രീലൊന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ ഞാൻ അവരെ തകർത്ത് കളയട്ടെ എന്ന്. അപ്പോൾ നബി പറയുന്നുണ്ട് വേണ്ട, വിട്ടേക്ക്. അതേപോലെയാണ് ആ സമയത്തുള്ള ദേഷ്യത്തെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. ഈ ദേഷ്യം എന്നുള്ളത് ഒരു മാനുഷിക വികാരമാണ്. ദേഷ്യമില്ലാത്ത മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല. ദേഷ്യം എല്ലാവർക്കും വരും. ദേഷ്യം വരാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ എവിടെയാണ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. നബിൻ്റെ ഒരു ഹദീസ് ഉണ്ട്. അതിൽ നബി പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും ശക്തൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആരോടെ പറയുന്നത്? ഖാലിദ് റളിയല്ലാഹുവിനുണ്ട്, ഉമർ റളിയല്ലാഹുവിനുണ്ട്. ഇവരൊക്കെ മുന്നിലാണ് പറയുന്നത് ദേഷ്യത്തെ പിടിച്ചു വെക്കുന്നവരാണ് ഏറ്റവും വലിയ ശക്തിശാലി എന്ന്. ഈ ദേഷ്യം മനുഷ്യരിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർ എന്താണോ ചെയ്യുന്നത്, എന്താണോ പറയുന്നതെന്ന് ആർക്കും തന്നെ അറിയില്ല. കാരണം ആ സമയത്ത് ഒരു പ്രത്യേക മെൻ്റൽ സ്റ്റേറ്റിലാണ് അവരുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു പോയത് കുറച്ച് 2-3 ദിവസം കഴിഞ്ഞാൽ ആലോചിക്കാം, അപ്പോൾ പറയേണ്ടില്ലായിരുന്നല്ലേ. കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റും ദൂരേക്കൊന്നും പോകണ്ട, ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് കാണാം മകന് വാപ്പാനോട് തെറ്റി നടക്കുക, വാപ്പ മകനോട് തെറ്റി നടക്കുക, ഏട്ടൻ അനിയനോട് തെറ്റി നടക്കുക, അനിയൻ ഏട്ടനോട് തെറ്റി നടക്കുക. എന്തിന്? എന്തോ ഒരു വാക്ക് പറഞ്ഞുപോയി അല്ലെങ്കിൽ എന്തോ ഒരു പ്രവൃത്തി നടന്നുപോയി, ഇതിനിങ്ങനെ തെറ്റി നടക്കുക. ചിലപ്പോൾ 100% തെറ്റ് മകൻ്റെ അടുത്താവും, അല്ലെങ്കിൽ 100% തെറ്റ് അനിയൻ്റെ അടുത്താവും. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഏട്ടന് താന്നു കൊടുക്കുമ്പോൾ സൊസൈറ്റിയിൽ ഭയങ്കര മോശമാണ്, സമൂഹത്തിൻ്റെ ഞാൻ ഏട്ടനല്ലേ, ഞാനെങ്ങനെ താന്നു കൊടുക്കുക, ഞാൻ വാപ്പല്ലേ, എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾക്ക് പ്രധാനപ്പെട്ടത് ഇവിടെയുള്ള ഉയർച്ചയോ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിലുള്ള പൊങ്ങച്ചോ അല്ലല്ലോ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അള്ളാഹുവിൻ്റെ അടുത്തുള്ള സ്ഥാനമല്ലേ. അള്ളാഹു നാളെ മഹ്ശറയിൽ നമ്മൾ പോകുമ്പോൾ ഒരു ചാൺ മുകളിലായിട്ട് ജ്വലിക്കുന്ന സൂര്യൻ ഉണ്ടാവും. അപ്പോൾ അർശിൻ്റെ തണലെന്ന് പറഞ്ഞാൽ വലിയൊരു ആരും ആഗ്രഹിച്ച് കൊതിച്ചു പോകുന്നൊരു സാധനമാണ്. ഈ അർശിൻ്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് കുടുംബബന്ധത്തെ ചേർക്കുന്നവരെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കുടുംബബന്ധം എല്ലാ കുടുംബക്കാരും പെട്ടിട്ടാണ് നബിയെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്വന്തം വാപ്പാനെയും സ്വന്തം ജ്യേഷ്ഠനെയും അല്ലെങ്കിൽ സ്വന്തം അനിയനൊക്കെ ആകുമ്പോൾ എത്രത്തോളം പ്രതിഫലം ഉണ്ടാവും? അത് ഒന്നുമില്ല. ഒന്ന് പോയിട്ട് അസ്സലാമു അലൈക്കും സുഖമല്ലേന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അത് ആര് ചോദിക്കും ഫസ്റ്റ് എന്നുള്ളതിലാണ് മിക്കപ്പോഴും പ്രശ്നം ഉണ്ടാവുക. ചിലപ്പോൾ വാപ്പ മോനോട് പോയി ചോദിക്കും, സ്വന്തം മകൻ സ്വന്തം ചോരയാവും, അവരോട് പോയി ചോദിക്കാനാണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ അൽഹംദുലില്ലാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും ഞാൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ മഹല്ലുകളിലൊക്കെ വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ നല്ല പ്രവൃത്തികളാണ് വന്നിട്ടുണ്ടാവുക, എന്നാലും പറയണ്ട അത് മറ്റുള്ളവർ കൊണ്ടുവന്നതായതുകൊണ്ട് അത് മോശമാണെന്ന് പറയും. അങ്ങനെയൊന്നും ആവരുത്. നമ്മളെന്താവണം? അള്ളാഹുവിനെ മാത്രം ആലോചിച്ചുകൊണ്ട് ചിലയിടത്ത് താന്നു കൊടുക്കുന്നതോടത്ത് താന്നു കൊടുക്കുക. ഇവിടെ ഈ ഭൂമിയിൽ ഈ ദുനിയാവിൽ നമുക്ക് ചിലപ്പോൾ കുറച്ചുണ്ടായാൽ പോലും അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് വലിയ പ്രതിഫലമാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 100% ഉറപ്പാണ്, ഞാൻ എൻ്റെ ഇബാദത്ത് കൊണ്ടോ അല്ലെങ്കിൽ ദിക്ർ കൊണ്ടോ ഒന്നും മഹ്ശറയിൽ രക്ഷപ്പെടില്ല എന്ന്. കാരണം എത്രത്തോളം ഞാൻ ചെയ്തിരുന്നെന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെ ചില പ്രവൃത്തി കൊണ്ടാവും നാളെ എന്താവുക? പടച്ചവനോട് പറയാം ഇജ്ജ് പോയിക്കോ എന്ന് നമ്മളോട് ചിലപ്പോൾ പറയൽ നമ്മൾ ഇവിടെ താന്നു കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും നല്ലൊരു മാസമാണ്. അപ്പോൾ ആരേറ്റെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ദുനിയാവിൽ ഒന്നും ആലോചിക്കണ്ട, പടച്ചോനെ ആലോചിച്ചുകൊണ്ട് ഒരു സലാം പറയുക, അവരോട് എന്താ വിശേഷം നോക്കുക. ഇങ്ങോട്ടും അവരിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യേ, പിന്നെ ഓലും പടച്ചോനും ആയിക്കോട്ടെ, നിങ്ങളെ കാര്യം കഴിഞ്ഞല്ലോ, നിങ്ങൾക്ക് അതിനുള്ള പടച്ചോൻ തരും എന്തായാലും. അതുകൊണ്ട് ഈ പാഠം എല്ലാവരും എപ്പോഴും മനസ്സിലാക്കുക. ആരോടും ഈ നെൽസൺ മണ്ടേല ഉണ്ടല്ലോ, നെൽസൺ മണ്ടേല അറിയാത്ത ആർക്കും ഇല്ല. ഇന്ത്യക്ക് എന്താണോ ഗാന്ധിജി, അതാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നെൽസൺ മണ്ടേല.
നെൽസൺ മണ്ടേല അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ദ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദേഷ്യപ്പെടുന്നവനും ആരോടാണോ ദേഷ്യപ്പെടുന്നത് രണ്ടാളും ഒരേപോലെ ഈ ദേഷ്യം എന്നുള്ള വെറുപ്പ് എന്നുള്ള സാധനത്തിൻ്റെ അടിമയാണ്. കാരണം ഞാൻ ഒരാൾ വെറുപ്പ് വെക്കുകയാണെങ്കിൽ എനിക്ക് അയാളെ കാണുമ്പോൾ എൻ്റെ മനസ്സിന് ഇടങ്ങാറാവും. അയാളാണെങ്കിൽ എന്നെ കാണുമ്പോൾ വേറെ വൈക്കോ കൂടെ പോകും. എല്ലാവർക്കും ഭയങ്കര പ്രയാസമാവും. അതുകൊണ്ട് ആരും അങ്ങനത്തെ ഈ രോഗങ്ങളൊന്നും, ഹൃദയത്തിൻ്റെ രോഗങ്ങളാണ് ഈ ദേഷ്യങ്ങളൊന്നൊക്കെ, അങ്ങനത്തെ അസുഖങ്ങളൊന്നും ആരും വെക്കണ്ട, എല്ലാവരും നല്ല സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം എന്ന് പറയാൻ പറ്റുമോയെന്ന് അറിയില്ല, എന്നാലും എൻ്റെ ഈ കൊച്ചു സംസാരം ഞാനിവിടെ നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.